മെഡിക്കൽ യു.ജി. പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ നിർത്തലാക്കണമെന്ന് ആവർത്തിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഇത്തവണ പരീക്ഷയിൽ വ്യാപക ക്രമക്കേടും അഴിമതിയും നടന്നു. നീറ്റ് പരീക്ഷയിൽ തോറ്റ നിരവധി വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തുവെന്നും എം.കെ. സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു. മനേഷ് മൂർത്തി നൽകും ചെന്നൈയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. മനേഷ്, നേരത്തെയും സ്റ്റാലിൻ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിപ്പോൾ കൂടുതൽ കടുപ്പിച്ച ഭാഷയിലാണ് സ്റ്റാലിന്റെ വിമർശനം. ഒപ്പം തന്നെ ഈ പരീക്ഷ നിർത്തലാക്കണമെന്ന് കൂടി ആവശ്യപ്പെടുന്നു. എന്താണ് സാഹചര്യം? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, നീറ്റ് സംവിധാനം നടപ്പിലാക്കിയ ആ സമയം മുതൽ തന്നെ തമിഴ്നാട് നീറ്റിൽ നിന്നും ഒരു എക്സംഷൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. മാത്രമല്ല, നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഏറെ കാലങ്ങളായി തമിഴ്നാട് ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിലേക്ക് ഉൾപ്പെടെ തമിഴ്നാട് സർക്കാർ കടക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, അരിയല്ലൂരിലെ അനിത ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ നീറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയോടുള്ള ഭയം കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സമീപനമൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. ഈ എല്ലാ സാഹചര്യങ്ങളിലും നീറ്റ് പരീക്ഷ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടം, അതായത് വലിയ തോതിലുള്ള ക്രമക്കേട്, അഴിമതി ഉൾപ്പെടെ, അതായത് പണം നൽകിയിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു പരീക്ഷയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എം.കെ. സ്റ്റാലിൻ ആരോപിക്കുന്നത്. അത് ഗുജറാത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ എക്സിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് പോലെ നീറ്റ് പരീക്ഷ റദ്ദാക്കണം. വിദ്യാർത്ഥികളുടെ ഭാവി അതാണ് ഏറ്റവും പ്രധാനം. വിദ്യാർത്ഥി വിരുദ്ധമാണ്, സാമൂഹിക വിരുദ്ധമാണ് ഈ പറഞ്ഞ ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. സാമൂഹിക വിരുദ്ധമാണ്, വിദ്യാർത്ഥി വിരുദ്ധമാണ്, സാമൂഹിക നീതിക്കെതിരാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടി ഭാഷ കടുപ്പിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയൊക്കെ നീറ്റ് പരീക്ഷ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കത്തുകൾ അയക്കുകയും കേസുകൾ നൽകുകയും കോടതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്തായാലും ഇത്തവണ ഈ ഒരു ക്രമക്കേട് കൂടി കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ഭാഷ എം.കെ. സ്റ്റാലിൻ. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.